നമുക്ക് ഫ്ലൂയിഡ്സിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ഫ്ലൂയിഡ്സിന്റെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഫ്ലൂയിഡ് ഡൈനാമിക്സ്. എന്താണ് ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയുന്ന വാക്ക്? സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ്സ് ഇൻ മോഷൻ. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ മോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഫ്ലൂയിഡിന്റെ ഡൈനാമിക്സ് ആയതുകൊണ്ട് ഫ്ലൂയിഡ്സ് ഇൻ മോഷൻ, അതിനെ പറ്റിയുള്ള പഠനമാണ് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ട ഈ വാക്കുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലൂയിഡ് ഡൈനാമിക്സ്. പിന്നെ സ്ട്രീം ലൈൻ ഫ്ലോ. എന്താണ് സ്ട്രീം ലൈൻ ഫ്ലോ? വളരെ കൃത്യമായി വരികളിൽ ഒഴുകുന്ന ആ ഒരു ഒഴുക്കിനെയാണ് നമ്മൾ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുക. അതായത് അത് ഒരു സ്റ്റഡി ഫ്ലോ ആണ്. ഓരോ പോയിന്റിലും വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഒരു പോയിന്റിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന എല്ലാ പാർട്ടിക്കിൾസിനും, എല്ലാ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിനും ഒരേ വെലോസിറ്റിയാണ് ഉണ്ടാവുക. പിന്നെ ഈ പാത്ത് ടേക്കൺ ബൈ എ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അണ്ടർ എ സ്റ്റഡി ഫ്ലോ, വളരെ കൃത്യമായി ചിട്ടയോടുകൂടി ഒരുപോലെ ഒഴുകിക്കൊണ്ടിരിക്കുക, അതാണ് സ്റ്റഡി ഫ്ലോ. ആ പാത്തിനെയാണ് നമ്മൾ സ്ട്രീം ലൈൻ എന്ന് വിളിക്കുക. അപ്പൊ നമുക്ക് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെതാ ചെറിയൊരു വേവ് പോലെയാണെങ്കിൽ പാർട്ടിക്കിൾ വളരെ കൃത്യമായി മുൻപേ പോയ പാർട്ടിക്കിളിനെ കൃത്യമായി ഒരേ വെലോസിറ്റിയിൽ പിന്തുടരും. ഓരോ പോയിന്റിനുമുള്ള വെലോസിറ്റിയുടെ ഡയറക്ഷൻ കിട്ടാൻ എന്ത് ചെയ്യണം? ആ പോയിന്റിൽ ഒരു ടാൻജന്റ് വരയ്ക്കണം. Tangent to the streamline gives the velocity of the particle at that point. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് കേട്ടോ നമ്മൾ പറയാൻ പോണത്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒഴുക്ക്, അതാണ് അതിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളൊരു ഹോസ് അല്ലെങ്കിൽ ഒരു ട്യൂബ് കൺസിഡർ ചെയ്യുന്നു. ഇങ്ങനെ ട്യൂബ് കൺസിഡർ ചെയ്യാൻ കാരണം ഏത് ഷേപ്പിലുമുള്ള ട്യൂബിന് ഇത് ബാധകമാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ പി 3 പോയിന്റ് ആണ് നമ്മൾ ആ ട്യൂബിൽ കൺസിഡർ ചെയ്യുന്നത്. പി, ആർ ആൻഡ് ക്യൂ. എന്തൊക്കെ കണ്ടീഷൻസ് ആണുള്ളത്? പിയിലുള്ള ഏരിയ എ പി ആണെന്ന് വിചാരിക്കൂ, ആറിലുള്ള ഏരിയ എ ആർ ആണ്, ക്യൂവിലുള്ള ഏരിയ എ ക്യൂ ആണ്. ഇവിടെയുള്ള പാർട്ടിക്കിളിന്റെ വെലോസിറ്റി വി പി ആണ്, ആറിലുള്ള പാർട്ടിക്കിളിന്റെ വെലോസിറ്റി വി ആർ ആണ്, ക്യൂവിലുള്ള പാർട്ടിക്കിളിന്റെ വെലോസിറ്റി വി ക്യൂ ആണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ ഈ വെലോസിറ്റിയും വോളിയവും മാറിപ്പോകാതെ ശ്രദ്ധിക്കണം. ഇവരെ എഴുതുമ്പോൾ ഇതെല്ലാം ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഈ കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കാൻ. നിങ്ങൾ എഴുതുമ്പോൾ കുറച്ച് നല്ല രീതി വെലോസിറ്റിക്ക് സ്മോൾ വിയും വോളിയത്തിന് ക്യാപിറ്റൽ വിയും എഴുതുന്നതാണ്. അപ്പോൾ നമ്മുടെ നോട്ട് നോക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവും. ഇവരെല്ലാത്തിനും ക്യാപിറ്റൽ വി ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരും. നോക്കാം. മാസ് ഓഫ് ദി ഫ്ലൂയിഡ്. നമുക്ക് ആദ്യം തന്നെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താണെന്ന് നമ്മളൊരു കോമൺ സെൻസിൽ പറയാം. നമ്മളൊരു ഗാർഡൻ ചെടി നനയ്ക്കുകയാണെന്ന് വിചാരിക്കും. നമ്മുടെ കയ്യിലൊരു ട്യൂബ് ഉണ്ട്. അപ്പൊ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഗ്യാസും ലിക്വിഡും പെടും കേട്ടോ. നമുക്ക് ലിക്വിഡാണ് എളുപ്പം പറയാനുള്ളത് കൊണ്ട്, ഓർക്കാൻ എന്നുള്ളത് കൊണ്ട് ലിക്വിഡിന്റെ എക്സാമ്പിൾ പറയാം. നമ്മളൊരു ചെടി നനയ്ക്കുന്നു. നമ്മുടെ കയ്യിലൊരു ഗാർഡൻ ഹോസ് ഉണ്ട്, ട്യൂബ് ഉണ്ട്. അതിലൂടെ വെള്ളം വന്ന് പുറത്തേക്ക് ചാടുന്നു. ആ ട്യൂബിന് ഒരു ലീക്കും ഇല്ല, പൈപ്പിന് ഒരു ലീക്കും ഇല്ലെങ്കിൽ ആ പൈപ്പിൽ നിന്നും ട്യൂബിലേക്ക് കയറുന്ന മുഴുവൻ വെള്ളവും എന്ത് ചെയ്യണം? പുറത്തേക്ക് വരണം. അതിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അകത്തു പോകുന്ന മുഴുവൻ വെള്ളവും, മുഴുവൻ ക്വാണ്ടിറ്റി ഓഫ് വാട്ടറും അല്ലെങ്കിൽ മുഴുവൻ വോളിയം ഓഫ് ഫ്ലൂയിഡും പുറത്തേക്കും വരും. അതായത് വോളിയം ഈസ് എ കോൺസ്റ്റന്റ്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോ മാസ് ഓഫ് ദ ഫ്ലൂയിഡ് ക്രോസിംഗ് at AP. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മാസ് ഓഫ് ദ ഫ്ലൂയിഡ് എടുക്കുക. 3 പാർട്ടിക്കിളിലും മാസ് ഓഫ് ദി ഫ്ലൂയിഡ്സ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ എങ്ങനെയാ മാസ് കാണുക? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പൊ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഇനി ഇവിടെ വേറെയും കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്, ഇതൊക്കെ ഒന്ന് സൈഡിൽ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ മാസ് കൺസിഡർ ചെയ്യുമ്പോൾ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ വെലോസിറ്റി ആണുള്ളത്, അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വോളിയം അല്ല. അപ്പൊ എങ്ങനെയാണ് ഈ ഇക്വേഷൻ കിട്ടുക? അപ്പൊ വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് അല്ലെ? ഏരിയ ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 2 പേരെ തന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഉണ്ടാവും, ഒരു ഹൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനം കൂടി വേണം വോളിയം ചെയ്യാൻ. അപ്പോ ഇവിടെ ആ ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത് എന്നുള്ള കൺസെപ്റ്റിന് പകരം ഫ്ലൂയിഡ്സ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ആ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഒഴുകിയ ദൂരം ഡെൽറ്റ ടി സമയത്ത് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഒഴുകിയ ദൂരമാണിത്. മനസ്സിലായോ? എങ്ങനെയാ ദൂരം ഡിസ്പ്ലേസ്മെന്റ് കിട്ടുക? വെലോസിറ്റി ഇൻറ്റു ടൈം. അതുകൊണ്ടാണ് ഇവിടെ ആ ഇക്വേഷൻ എടുത്തത്. അപ്പോൾ മാസ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം. അപ്പൊ ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു ലെങ്ത്. അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു ലെങ്ത്തിന് പകരം എന്ത് ചെയ്തു? വെലോസിറ്റി ഇൻറ്റു
ടൈം എന്ന് എടുത്തു. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻടു ടൈം, അല്ലെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പൊ അത്രയും ഇക്വേഷൻസ് ചേർത്ത് എഴുതിയിട്ടാണ് ഈ ഇക്വേഷൻ വന്നത്. ഒരിക്കൽ കൂടെ പറയാം, മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻടു വോളിയം. അവിടെ വോളിയം ഈസ് ഈക്വൽ ടു ഏരിയ ഇൻടു ലെങ്ത്. ആ ലെങ്ത്തിന് പകരം എന്തെടുത്തു? വെലോസിറ്റി ഇൻടു ടൈം. അപ്പോൾ ഇക്വേഷൻ എന്തായി? മാസിനുള്ള ഇക്വേഷൻ എന്തായി? ഡെൻസിറ്റി ഇൻടു ഏരിയ ഇൻടു വെലോസിറ്റി ഇൻടു ടൈം ആയി. ഇനി പി എന്ന പാർട്ടിക്കിൾ, അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഇക്വേഷൻ ഉള്ളൂ, ബാക്കി എല്ലാം അത് തന്നെയാണ്. എം പി പാർട്ടിക്കിൾസ്, മാസ് ഓഫ് ദ ഫ്ലൂയിഡ് ക്രോസിംഗ് ഈ സെക്ഷൻ പോയിന്റ് പി, ഏരിയ എ പി ഉള്ള സെക്ഷനിലൂടെ കടന്നു പോകുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിന്റെ മാസ്, അതാണ് എം പി. ഡെൽറ്റ എം പി വളരെ ചെറിയ സമയത്ത് എടുക്കുന്നത് ഡെൽറ്റ ടി, അതുകൊണ്ട് ഡെൽറ്റ എം പി എന്നെടുത്തത്. ഡെൽറ്റ എം പി ഈസ് ഈക്വൽ ടു റോ പി എ പി ബി പി വെലോസിറ്റി ആണ് ഇൻടു ഡെൽറ്റ ടി. അപ്പോ ഇനി അടുത്ത പോയിന്റിൽ ആറിലൂടെ ക്രോസ് ചെയ്യുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിന്റെ മാസ് ഡെൽറ്റ എം ആർ ഇസ് ഈക്വൽ ടു റോ ആർ എ ആർ ബി ആർ ഡെൽറ്റ ടി. മാസ് ഓഫ് ഫ്ലൂയിഡ് ക്രോസിംഗ് പോയിന്റ് ക്യൂ എത്രയാണ്? ഡെൽറ്റ എം ക്യൂ ഇസ് ഈക്വൽ ടു റോ ക്യൂ എ ക്യൂ ബി ക്യൂ ഡെൽറ്റ ടി. മാസ് ഓഫ് ദ ലിക്വിഡ് ഫ്ലോയിങ് ഔട്ട് ഈക്വൽസ് മാസ് ഓഫ് ദ ലിക്വിഡ് ഫ്ലോയിങ് ഇൻ. അതാണ് നമ്മൾ ആദ്യത്തെ കൺസെപ്റ്റ്, നമ്മുടെ കോമൺ സെൻസ് ആണത്. ഒരു ട്യൂബിലൂടെ നമ്മൾ വെള്ളം നനയ്ക്കുമ്പോൾ അകത്തേക്ക് കയറുന്ന വെള്ളം മുഴുവൻ, ട്യൂബിന് ലീക്ക് ഇല്ല എങ്കിൽ മുഴുവൻ വെള്ളം എന്ത് ചെയ്യണം? പുറത്തേക്ക് പോകണം. അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു വെള്ളവും നഷ്ടപ്പെട്ടു പോകുന്നില്ല. സോ മാസ് ഓഫ് ദ ലിക്വിഡ്, എത്ര മാസ് കയറുന്നുണ്ടോ അത്രയും മാസ് പുറത്തേക്കും പോകണം. ലിക്വിഡ് അല്ല, ഫ്ലൂയിഡ് എന്ന് പറയണം ശരിക്കും. അപ്പോ എന്താണ് ഇക്വേഷൻ? റോ, ആ 3 പോയിന്റിലുള്ള മാസ് ഈക്വൽ ആയിരിക്കും. സോ റോ പി എ പി വി പി ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു റോ ആർ എ ആർ വി ആർ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു റോ ക്യൂ എ ക്യൂ വി ക്യൂ ഡെൽറ്റ ടി. കോമൺ ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്യാം, ഡെൽറ്റ ടികളൊക്കെ ക്യാൻസൽ ചെയ്യും. ഇനി ഈ ഇക്വേഷനിൽ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, എന്താണ് ഒരു ഫ്ലൂയിഡ് അല്ലേ ഒഴുകുന്നത്, എന്താണ് ഡെൻസിറ്റി 3 പോയിന്റിൽ 3 ആയിട്ട് എടുത്തത്? നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ വെള്ളം ഒഴുകിയിരുന്നപ്പോൾ, അല്ലെങ്കിൽ ലിക്വിഡ്സ് സാധാരണഗതിയിൽ ഒഴുകുമ്പോൾ ഡെൻസിറ്റിയിൽ മാറ്റമൊന്നും വരില്ല. പക്ഷേ ഫ്ലൂയിഡ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഗ്യാസ് ആണ് ഒഴുകുന്നതെങ്കിൽ ആ പൈപ്പിന്റെ വോളിയത്തിനനുസരിച്ച് പ്രഷറിൽ മാറ്റം വരും, ഡെൻസിറ്റിയിലും മാറ്റം വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓരോ പോയിന്റിലും വ്യത്യസ്ത ഡെൻസിറ്റി തന്നെ കൺസിഡർ ചെയ്തത്. ഇനി നമ്മൾ ലിക്വിഡിന്റെ മാത്രം കേസ് പറയാൻ പോവാണ്. കണ്ടോ, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്, അതായത് ലിക്വിഡ് ആണ് സാധാരണഗതിയിൽ ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡ്. അപ്പൊ അവരുടെ ഡെൻസിറ്റി 3 പോയിന്റിലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ റോ പി ഈക്വൽ ടു റോ ആർ ഈക്വൽ ടു റോ ക്യൂ എടുത്തു, ഡെൽറ്റ ടികളൊക്കെ ക്യാൻസൽ ചെയ്തു പോയി. എന്താ കിട്ടുക? എ പി വി പി ഇസ് ഈക്വൽ ടു എ ആർ വി ആർ ഇസ് ഈക്വൽ ടു എ ക്യൂ വി ക്യൂ, ഓർ എ വി ഈസ് എ കോൺസ്റ്റന്റ്. ഈ ഇക്വേഷൻ ഓർക്കണം, വളരെ കൃത്യമായി ഓർക്കണം. ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ് കേട്ടോ, വോളിയം അല്ല. ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. ഇതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഡെയിലി ലൈഫിൽ കാണാൻ കഴിയും. ഏരിയ കൂടുന്ന സ്ഥലത്ത് വെലോസിറ്റി കുറയുമെന്നും ഏരിയ കുറയുന്ന സ്ഥലത്ത് വെലോസിറ്റി കൂടുമെന്നുമാണ് ഈ പറയുന്ന ഇക്വേഷൻ കാണിക്കുന്നത്. This is called equation of continuity, which is a statement for conservation of mass in a flow of incompressible liquid. Important ആണ്. Equation of continuity deals with conservation of mass ആണ്. Incompressible liquid ആയതുകൊണ്ട് മാത്രമാണ് ഡെൻസിറ്റി ടേം പോയത്. അല്ലെങ്കിൽ എ വി ഇൻറ്റു ഡെൻസിറ്റി എന്നുള്ള ടേം കൂടി വന്നേനെ ഇൻകംപ്രസിബിൾ ആണെങ്കിൽ. അപ്പൊ ഇൻകംപ്രസിബിൾ ലിക്വിഡിന്റെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസുമായി ചേർന്ന് തെറ്റാതെ നിൽക്കുന്ന ഒരു ലോ ആണ് ഇത്, ലോ ഓഫ് equation of continuity. AV, area into velocity, is a constant. ഈ AV എന്നുള്ള ടേമിന്, ആ പ്രൊഡക്റ്റിന് നമ്മളൊരു പേര് പറയും, ഫ്ലക്സ് റേറ്റ് എന്നാണ് പറയുക. അപ്പൊ എന്താണ് ഈ ഫ്ലക്സ് റേറ്റ്? AV is a constant എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് സൂചിപ്പിച്ചു. ഇവിടെ നോക്കൂ, P എന്ന പോയിന്റിൽ ഏരിയ ചെറുതാണ്, അപ്പൊ അവിടെ വെലോസിറ്റി കൂടുതലായിരിക്കും. കണ്ടോ, AP is less than AR, so VP is greater than VR. പക്ഷെ ആറിൽ ഏരിയ കൂടുതലാണ്, അപ്പൊ അവിടെ വെലോസിറ്റി കുറവായിരിക്കും. ക്യൂവിൽ ഏരിയ കുറവാണ്, അപ്പൊ വെലോസിറ്റി കൂടുതലായിരിക്കും. അത് തന്നെ കണ്ടോ, AR is greater than AQ, so VR is less than VQ. Fluid particles get accelerated while flowing from R to Q. അപ്പൊ Pയിൽ നിന്ന് ആറിലേക്ക് ഉള്ള ഫ്ലോയിൽ എന്ത് മാറ്റാൻ വരിക? ആക്സിലറേഷൻ കുറയും അല്ലെ? കാരണം എന്താണ്? VP is greater than VR. അപ്പൊ Pയിൽ നിന്ന് ആറിലേക്ക് പാർട്ടിക്കിൾസ് പോകുമ്പോൾ ആക്സിലറേഷൻ കുറയും, ആറിൽ നിന്ന് ക്യൂവിലേക്ക് പാർട്ടിക്കിൾസ് പോകുമ്പോൾ ആക്സിലറേഷൻ കൂടും.
അതുപോലെ തന്നെ എന്താണ് ഇവിടുത്തെ ഓരോ സ്ഥലത്തും ഏരിയ വ്യത്യാസമാണ്, അല്ലെങ്കിൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ഈ ഓരോ പോയിന്റിലും എന്ത് വ്യത്യാസപ്പെടും? ഏരിയക്ക് അനുസരിച്ച് പ്രഷർ വ്യത്യാസപ്പെടും. പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പൊ ഏരിയക്ക് അനുസരിച്ച് പ്രഷർ വ്യത്യാസപ്പെടും. അതുകൊണ്ട് തന്നെ ഈ ഹൊറിസോണ്ടൽ പൈപ്സിലെ ഓരോ പോയിന്റിലും എന്ത് ചെയ്യും? ഇങ്ങനെ അൺഈക്വൽ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ വേരിയേഷൻ ഓഫ് പ്രഷറും അനുഭവപ്പെടും. This is associated with variation of pressure in fluid flowing in horizontal pipes. അപ്പോൾ നമ്മൾ സ്ട്രീം ലൈൻ ഫ്ലോനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വളരെ അടുക്കും ചിട്ടയോടും കൂടി ഒരു പാർട്ടിക്കിളിന് പിന്നിൽ അടുത്ത പാർട്ടിക്കിൾ എന്നുള്ള മട്ടിൽ ഒഴുകുന്ന ഫ്ലോ ആണ് സ്ട്രീം ലൈൻ ഫ്ലോ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ടർബുലന്റ് ഫ്ലോ. ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ ഓരോ പാർട്ടിക്കിളിനും വ്യത്യസ്ത വെലോസിറ്റിയോട് കൂടി ഒഴുകുന്ന ഫ്ലോ ആണ് ടർബുലന്റ് ഫ്ലോ. അപ്പോൾ നമുക്ക് ഇത് കോമൺ സെൻസിൽ തന്നെ നമുക്ക് പരിചയം ഉണ്ടാവും. കാരണം എന്താ പറയുക, പൈപ്പ് പതുക്കെ തുറക്കണമെന്ന് വിചാരിക്കും, വെള്ളം വളരെ അടുക്കും ചിട്ടയോട് കൂടി താഴേക്ക് വരും. പൈപ്പ് ഒറ്റയ്ക്ക് സ്പീഡിൽ തുറന്നു വിചാരിക്കുക, വെള്ളം തോന്നിയ പോലെ അങ്ങനെ പിരിഞ്ഞിട്ടൊക്കെ താഴേക്ക് വീഴുന്നത് കാണാം. അതാണ് ടർബുലന്റ് ഫ്ലോ. ആദ്യം പറഞ്ഞാണ് സ്ട്രീം ലൈൻ ഫ്ലോ. അപ്പോ നമ്മൾ വളരെ പതുക്കെ പൈപ്പ് ഇങ്ങനെ തുറന്നിങ്ങനെ വരിക, അങ്ങനെ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് ഈ മോഷൻ സ്ട്രീം ലൈനിൽ നിന്നും ടർബുലന്റിലേക്ക് എത്തുന്നത് എന്ന് കാണാം. ആ ലിമിറ്റിംഗ് പോയിന്റിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയാം. അതായത് സ്റ്റഡി ഫ്ലോ ആവണമെങ്കിൽ ലോ സ്പീഡ് ആയിരിക്കണം. നമ്മൾ സ്പീഡ് ഇങ്ങനെ കൂട്ടി വന്നാൽ ഒരു സ്പീഡ് കഴിയുമ്പോൾ എന്ത് ഫ്ലോ ആയിട്ട് മാറും? ടർബുലന്റ് ഫ്ലോ ആയിട്ട് മാറും. ആ ലിമിറ്റിംഗ് സ്പീഡ് ഉണ്ടല്ലോ, ആ ചേഞ്ച് ചെയ്യുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ, അതിനാണ് ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയാം. അപ്പൊ അവിടെ ഫ്ലോയുടെ സ്റ്റഡിനെസ് ഒക്കെ പോയിട്ട് അതെന്തായി തോന്നിയ പോലെ ഒഴുകാൻ തുടങ്ങും. ടർബുലന്റ് ആയിട്ട് അതിശക്തിയോടുകൂടി കൃത്യമായ രൂപമൊന്നും ഇല്ലാതെ ഒഴുകാൻ തുടങ്ങും. ഇനി കമ്പാരിസൺ ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രീം ലൈൻ ഫ്ലോ, ടർബുലന്റ് ഫ്ലോ. ചിത്രം നോക്കൂ, കണ്ടോ? വളരെ സ്റ്റഡി ആയിട്ട് ഒഴുകുന്നത് സ്ട്രീം ലൈൻ ഫ്ലോ ആണ്, അല്ലെങ്കിൽ ലാമിനാർ ഫ്ലോ എന്ന് പറയും. ടർബുലന്റ് കണ്ടോ, ഒരു വേവിന്റെ ഒക്കെ ഷേപ്പില്, അതാണ് ടർബുലന്റ് ഫ്ലോ. സ്ട്രീം ലൈൻ ഫ്ലോ എന്താണ്? വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഈസ് സ്റ്റഡി, കോൺസ്റ്റന്റ് ആണ്. ഇവിടെ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് കോൺസ്റ്റന്റ് അല്ല. Velocity of every particle passing a particular point is same. Velocity of every particle passing a particular point is different. Velocity of fluid particle is less than critical velocity. ആ critical velocity എന്നുള്ള ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Velocity of fluid particle is greater than critical velocity. Various layers will not intersect each other. There is always mixing up of various layers. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, സ്ട്രീം ലൈനും ടർബുലന്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അടുത്തത് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ രണ്ട് വളരെ സ്ഥിരമായി ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻ എസ്സേയോ അല്ലെങ്കിൽ പ്രോബ്ലമോ ഇല്ലാത്ത ഒരു ഫസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതേപോലെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയും ചോദിക്കാറുണ്ട്. ബെർണോളിസ് പ്രിൻസിപ്പിൾ മസ്റ്റ് ആയിട്ടും ചോദിക്കും. സ്റ്റേറ്റ്മെന്റ് എഴുതാനുണ്ടാവും, ചിത്രം വരയ്ക്കാനുണ്ടാകും, അതുപോലെ തന്നെ ഈക്വേഷൻ ഡിറൈവ് ചെയ്യാനുണ്ടാവും. ബെർണോളിസ് പ്രിൻസിപ്പിൾ, ബെർണോളി തത്വം എന്ന് നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ബെർണോളി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. എന്താണെന്നറിയോ ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത്? ടോട്ടൽ എനർജി സ്ട്രീം ലൈൻ ഫ്ലോ ആണെന്ന് വിചാരിക്കാം. നമ്മളെപ്പോഴും എളുപ്പമുള്ള കേസസ് ആണ് പറയാം. അപ്പൊ സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞാൽ നല്ല അടുക്കും ചിട്ടയോടും കൂടി ഒഴുകുകയാണ്. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, വെലോസിറ്റി ഒക്കെ വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആ കേസ് തന്നെ എടുക്കുന്നത്. അപ്പൊ സ്ട്രീം ലൈൻ ഫ്ലോയിൽ ടോട്ടൽ എനർജി ഓഫ് ദി എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് flowing through any point without friction remains a constant throughout its flow. അതായത് ഒരു ട്യൂബ് എടുക്കുകയാണെങ്കിൽ ആ ട്യൂബിലെ ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും ടോട്ടൽ എനർജി ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന് സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കണം, രണ്ട് ഫ്രിക്ഷൻ ഉണ്ടാവാൻ പാടില്ല. ഈ രണ്ട് കണ്ടീഷൻസും നമ്മൾ എളുപ്പത്തിന് വേണ്ടി പറയുന്ന കണ്ടീഷൻസ് ആണ്. അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ ഒരു ഒഴുകുന്ന ഫ്ലൂയിഡിന്റെ ഏത് പോയിന്റ് എടുത്താലും ടോട്ടൽ എനർജി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഇതുപോലെ നമ്മൾ പണ്ട് പന്ത് താഴേക്ക് ഇട്ടിട്ട് ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വേറൊരു വേർഷൻ ആണിത്. അപ്പോ ഇവിടെ എന്തൊക്കെ എനർജി ഉണ്ടാവും? പക്ഷേ പന്തിന്റെ കേസിൽ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഫ്ലൂയിഡ് ആകുമ്പോൾ ഫ്ലൂയിഡിന് ഒരു എനർജി കൂടി കൂടുതലുണ്ട്. അതിന് പ്രഷർ എനർജി എന്നാണ് പറയാം. അതായത് ഏത് പോയിന്റ് എടുത്താലും ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ്. അല്ലെങ്കിൽ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ടാവും? പ്രഷർ എനർജി ഉണ്ടാവും, കൈനറ്റിക് എനർജി ഉണ്ടാവും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അറ്റ് ദാറ്റ് പോയിന്റ് ഈസ് എ കോൺസ്റ്റന്റ്. നോക്കാം നമുക്ക്. ആദ്യം നിങ്ങൾ ഈ ചിത്രമാണ് വളരെ കൃത്യമായി മനസ്സിൽ ഉറപ്പിച്ചു വെക്കേണ്ടത്. നോക്കൂ, ഏതൊക്കെ പോയിന്റ്സ് ആണെന്ന് അറിയോ? ആദ്യം ഉള്ള എൻട്രി ചെയ്യുന്ന പോയിന്റ് ബി, കുറച്ചുകൂടി ദൂരത്തുള്ള പോയിന്റ് സി, പിന്നെ എക്സിറ്റിന്റെ അടുത്തുള്ള ഒരു പോയിന്റ് ഡി, പിന്നെ എക്സിറ്റ് ചെയ്യുന്ന പോയിന്റ് ഇ.
അങ്ങനെ 4 പോയിന്റുകൾ ട്യൂബിൽ മാർക്ക് ചെയ്യുക. ട്യൂബിന്റെ ക്രോസ് സെക്ഷൻ A1 A2 എന്ന് മാർക്ക് ചെയ്തതുകൊണ്ട് ക്രോസ് സെക്ഷൻ ഇവിടെ കുറച്ച് ചെറുതായിട്ടും ഇവിടെ കുറച്ചുകൂടി വലുതായിട്ടും വരയ്ക്കുക. ഈ പോയിന്റ് ബിയിലേക്കുള്ള ഹൈറ്റ് ഇതാ, അല്ലെങ്കിൽ ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷന്റെ നടുവിലേക്ക് താഴെ ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ഹൈറ്റ് H1 ആണ്. രണ്ടാമത്തെ പോയിന്റിലേക്കുള്ള ഹൈറ്റ് H2 ആണ്. അത് നിങ്ങൾ ഇവിടെ വരച്ചാലും മതി, ഇതിലൊരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇവിടെ ബിയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും വരച്ചോളൂ, ഇയിൽ വരച്ചോളൂ. അപ്പൊ ഹൈറ്റ് H2 ആണ്. ഇവിടെ പോയിന്റ് ബിയിലുള്ള പ്രഷർ P1 ആണ്, എക്സിറ്റിലുള്ള പ്രഷർ P2 ആണ്. പിന്നെ പോയിന്റ് ബിയിൽ നിന്നും പോയിന്റ് സിയിലേക്ക് വസ്തു നീങ്ങുമ്പോൾ ഉള്ള ദൂരം, വസ്തു നീങ്ങാനുള്ള ദൂരം, നമ്മൾ നേരത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ആ സാധനമാണിത്. അത് വെലോസിറ്റി ഇൻറ്റു ഡെൽറ്റ ടൈം അല്ലെ, വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. അപ്പൊ V1 എന്ന് പറയുന്നത് ഇവിടെ എൻട്രിയിലുള്ള ഫ്ലൂയിഡിന്റെ വെലോസിറ്റി ആണ്. അപ്പൊ V1 ഇൻറ്റു ഡെൽറ്റ ടി. എക്സിറ്റിൽ അതുപോലെ സഞ്ചരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ്, ഫ്ലൂയിഡ് സഞ്ചരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് V2 ഇൻറ്റു ഡെൽറ്റ ടി ആണ്. അപ്പൊ ഇത്രയും ചിത്രം കൃത്യമായി ഓർത്ത് വെക്കണം. ചിത്രം പഠിക്കാൻ അറിയണം, സ്റ്റേറ്റ്മെന്റ് അറിയണം. നമ്മൾ ഡെറിവേഷനിലേക്ക് കിടക്കണം. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എഴുതി. V1 വെലോസിറ്റിയിലകത്തേക്ക് കിടക്കുന്നു, V2 വെലോസിറ്റിയിൽ പുറത്തേക്ക് പോകുന്നു. ഈ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും നമ്മൾ എഴുതിയിട്ടോ. ഇനി എന്താണ് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ്. ഇവിടെ വെള്ളം എത്തില്ല, നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു വർക്ക് ചെയ്തിട്ട് വെള്ളം ഇവിടെ എത്തിക്കണം അല്ലെ. അപ്പൊ നമ്മളാണ് വർക്ക് ചെയ്യുന്നത്. വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ്, ഫ്ലൂയിഡിന്റെ മുകളിലാണ് വർക്ക് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് അറ്റ് ബിയിൽ നിന്നും സിയിലേക്ക് പോവാൻ. കണ്ടോ, ഇത് ഒരു ആന്റി ഗ്രാവിറ്റി മുകളിലേക്കാണല്ലോ പോണത്. അപ്പൊ ഒരു വർക്ക് ചെയ്യണമല്ലോ. അപ്പൊ നമ്മളാണ് ഫ്ലൂയിഡിന്റെ മുകളിൽ ഒരു വർക്ക് ചെയ്യുന്നത്. വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് ടു മൂവ് ഫ്രം ബി ടു സി. അതിന് നമ്മൾ W1 എന്ന് വിളിക്കും. W1 എങ്ങനെയാ വർക്ക് ഡൺ കിട്ടുക, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഷറിന്റെ ടേംസിലേക്ക് മാറ്റി എഴുതാം. അപ്പൊ പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ ഫോഴ്സ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. അതാണ് P1 A1. ഇനി എന്ത് വേണം, ഫോഴ്സ് കഴിഞ്ഞു, ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ആദ്യത്തെ ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാ, V1 ഇൻറ്റു ഡെൽറ്റ ടി. സോ W1 ഈസ് ഈക്വൽ ടു P1 A1 V1 ഡെൽറ്റ ടി. ഇനി ഈ A1 V1 ഡെൽറ്റ ടി ശ്രദ്ധിക്കണം, ഇതെന്താണ്, വെലോസിറ്റി ആണ്. സ്മോൾ കണ്ടോ, വെലോസിറ്റി ആണ്, ഇവിടെ ക്യാപിറ്റലിലേക്ക് മാറ്റിയത്. അപ്പൊ ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, അല്ലെങ്കിൽ ലെങ്ത് ആണ്. അപ്പൊ ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലുള്ള വോളിയം ആണ്. സോ P1 ഡെൽറ്റ V, ചേഞ്ച് ഇൻ വോളിയം, P1 ഡെൽറ്റ V. ഇനി അടുത്ത എൻഡിൽ വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് ആണ് ഉണ്ടാവുക അല്ലെ. ഇവിടെ നമ്മൾ നോക്കൂ, ഇവിടെ നിന്ന് പുറത്തേക്ക് വെള്ളം ചാടാൻ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ വർക്കൊന്നും ചെയ്യണ്ട. ആരാ വർക്ക് ചെയ്യുന്നത്, ഫ്ലൂയിഡ് ആണ് വർക്ക് ചെയ്യുന്നത്. ആ വർക്ക് കാണാനും ഇതേ ഇക്വേഷൻ തന്നെ, W2 ഈസ് ഈക്വൽ ടു നേരത്തെ അതേപോലെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് P2 A2 V2 ഡെൽറ്റ ടി. അപ്പൊ A2 ഇൻറ്റു V2 ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ വോളിയം ആണ്. അപ്പൊ P2 ഇൻറ്റു ഡെൽറ്റ V. പക്ഷെ പോയിന്റ് ബിയിൽ നമ്മൾ അങ്ങോട്ട് വർക്ക് ചെയ്യുമ്പോൾ പോയിന്റ് ഇയിൽ ഫ്ലൂയിഡ് ഇങ്ങോട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ കൺസെപ്റ്റിൽ നമ്മൾ ചെയ്ത വർക്ക്, അല്ലെങ്കിൽ ഇത് നമ്മൾ ചെയ്ത വർക്ക് പോസിറ്റീവ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫ്ലൂയിഡ് ചെയ്ത വർക്ക് എന്തായിട്ട് എടുക്കുക, നെഗറ്റീവ് ആയിട്ട് എടുക്കുക. അപ്പോ ഇക്വേഷൻ എന്താവും, ഒരു മൈനസ് വരും. കണ്ടോ, വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ്, വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് ആണ് P2 ഡെൽറ്റ വി. അപ്പൊ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് എന്തായിട്ട് എടുക്കുക, മൈനസ് P2 ഡെൽറ്റ വി എന്ന് എടുക്കുക. അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് while moving from B to E. ടോട്ടൽ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് ആണ്. അപ്പൊ W1 പ്ലസ് W2 എന്ന് എടുക്കണം. പക്ഷെ അത് മൈനസ് സൈൻ ആണ്. അപ്പൊ എന്താവും, P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൈനസ് സൈൻ ആണ് കേട്ടോ. കാരണം ഇവിടെ നമ്മളാണ് വർക്ക് ചെയ്തത്, ഇവിടെ ഫ്ലൂയിഡ് ആണ് വർക്ക് ചെയ്തത്. അപ്പൊ നമ്മൾ ചെയ്ത വർക്ക് പോസിറ്റീവ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫ്ലൂയിഡ് ചെയ്ത വർക്ക് എന്തായിട്ട് എടുക്കുക, നെഗറ്റീവ് ആയിട്ട് എടുക്കുക. അപ്പോൾ P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി എന്ന് കിട്ടും. ഇക്വേഷൻ 1 അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യണം, ബെർണോളിസ് തിയറം പറയുന്നത് ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണെന്നാ. അപ്പോൾ ഓരോ പോയിന്റിലുള്ള പ്രഷർ എനർജി നോക്കണം, ഓരോ പോയിന്റിലുള്ള കൈനറ്റിക് എനർജി നോക്കണം, പൊട്ടൻഷ്യൽ എനർജിയും നോക്കണം. പ്രഷറിന്റെ ടേംസിലുള്ള ഒരു എനർജിന്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. തന്നെ പ്രഷറിന്റെ ടേംസിലുള്ള ഇക്വേഷൻ കിട്ടാനാണ് നമ്മൾ വർക്ക് ഡൺ ചെയ്തത്. ഇനി നമ്മൾ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി നോക്കാം. ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് റോ. എങ്ങനെയാ പൊട്ടൻഷ്യൽ എനർജി കിട്ടുക, mgh ആണ് അല്ലെ. അപ്പൊ m എന്നുള്ളതിന് പകരം നമ്മൾ നേരത്തെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ എടുത്ത അതേ കൺസെപ്റ്റ്, m ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പൊ m ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. അപ്പോൾ ഡെൻസിറ്റി വോളിയം എന്ന് പറഞ്ഞാൽ A ഇൻറ്റു
ലെങ്ത് ആണ്. ലെങ്ത്തിന് പകരം എന്ത് ചെയ്തു? ഡിസ്പ്ലേസ്മെന്റിന് പകരം വെലോസിറ്റി ഇൻറ്റു ടൈം എന്നുള്ള കൺസെപ്റ്റ് എടുത്തു. സോ ഡെൽറ്റ എം ഇസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ കണ്ടാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ കണ്ട അതേ സ്റ്റെപ്പാണ്. ഡെൽറ്റ എം ഇസ് ഈക്വൽ ടു റോ A1 V1 ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു റോ ഡെൽറ്റ വി. ഇത് വോളിയം ആണ്. ഇത്രയും സാധനം ഏരിയ, വെലോസിറ്റി, ടൈം ഇതിനെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താണ് വോളിയം കിട്ടുക. അപ്പൊ ഡെൽറ്റ വി. സോ ചേഞ്ച് ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, എങ്ങനെയാണ് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിന്റെ ചേഞ്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? എം ജി എച്ച് ആണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ എം ജി കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു H2 മൈനസ് H1 എന്നെടുക്കണം. വേണ്ട, എം ജി H2 മൈനസ് എം ജി H1 അതാണ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇനി ആ എമ്മിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതിലെ കോമൺ ആൾക്കാരൊക്കെ നമ്മൾ പുറത്തെടുക്കും. റോ ഡെൽറ്റ ക്യാപിറ്റൽ വി ആണ്, വോളിയം ആണ്, ഇൻറ്റു ജി അത്രയും പുറത്തെടുത്തു. ആർക്ക് മാത്രം മാറ്റം ഉണ്ടാവുക? ഹൈറ്റിന്. H2 മൈനസ് H1 ഇക്വേഷൻ 2. ഇനി കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എഴുതുക. എന്താ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ? ഹാഫ് എം വി സ്ക്വയർ ആണ്. നേരത്തെ പറഞ്ഞ അതേപോലെ എമ്മിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? റോ ഡെൽറ്റ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹാഫ് എമ്മിന് പകരം റോ ഡെൽറ്റ വി ചെയ്തു. ഹാഫ് എം വി സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. V2 എന്ന് പറയുന്നത് വെലോസിറ്റി, രണ്ടാമത്തെ പോയിന്റിലുള്ള വെലോസിറ്റി. V1 എന്ന് പറയുന്നത് ആദ്യത്തെ എൻട്രിയിലുള്ള വെലോസിറ്റി. V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. അതിന് ഇക്വേഷൻ 3 എന്ന് എഴുതി. ഇനി നമ്മൾ വർക്ക് എനർജി പ്രിൻസിപ്പിൾ തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. എന്താണ് വർക്ക് എനർജി തിയറം പറയുന്നത്? നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് ബോഡിയുടെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി കൂടി ഉള്ളത് കൊണ്ട് സം ഓഫ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ എന്താണ് വർക്ക് ഡൺ? എത്രയാണ്? W1 മൈനസ് W2 ആണ്. അതിന് പകരം എന്ത് എഴുതി? P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ഇക്വേഷൻ 1 ഇസ് ഈക്വൽ ടു ഇക്വേഷൻ 2 പ്ലസ് ഇക്വേഷൻ 3 എന്നാക്കി എഴുതി. ഞാൻ അങ്ങനെ വായിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ്. വർക്ക് എന്തിനൊക്കെ ഉപയോഗിച്ചു? കൈനറ്റിക് എനർജിയിലുള്ള വ്യത്യാസത്തിനും പൊട്ടൻഷ്യൽ എനർജിയിലുള്ള വ്യത്യാസത്തിനും ഉപയോഗിച്ചു. കണ്ടോ? സം എടുത്തത് അതുകൊണ്ടാണ്. ഇതിൽ നോക്കിയാൽ കുറെ കോമൺ ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും. ഡെൽറ്റ വികളൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ആരുണ്ടാവുക? P1 മൈനസ് P2 ഇസ് ഈക്വൽ ടു ഹാഫ് റോ V2 സ്ക്വയർ മൈനസ് A1 സ്ക്വയർ പ്ലസ് റോ ജി ഇൻറ്റു H2 മൈനസ് H1. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. അതായത് 1 എന്നുള്ളവരൊക്കെ ലെഫ്റ്റിലേക്ക് എടുക്കുക, 2 എന്നുള്ളവരൊക്കെ റൈറ്റിലേക്ക് എടുക്കുക. അപ്പൊ ആദ്യം എന്താവും? P1 ഇവിടെ ഉണ്ടോ? മൈനസ് V1 സ്ക്വയർ ആണ്. അപ്പൊ ഇങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആവും. ഹാഫ് റോ V1 സ്ക്വയർ. ഇവിടെ മൈനസ് H1 ആണ്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആവും. റോ ജി H1. കണ്ടോ? P1 plus half rho V1 square is plus rho g H1 is equal to P2 plus half rho V2 square plus rho g H2. ഇത് ഇങ്ങനെ പറയുമ്പോഴേ ഈ കൺഫ്യൂഷൻ ഒക്കെ ഉള്ളൂ. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. എന്താണ്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ഇക്വേഷൻസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കോമൺ ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? ഇതുപോലൊരു ഇക്വേഷൻ കിട്ടും. അതായത് അതിലൊരു പ്രഷർ ടേം ഉണ്ടാവും, അതിലൊരു പൊട്ടൻഷ്യൽ എനർജിയുടെ ടേം ഉണ്ടാവും, അതിലൊരു കൈനറ്റിക് എനർജിയുടെ ടേമും ഉണ്ടാവും. ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ്. ഇതിങ്ങനെ എഴുതിയാൽ ഇതിന്റെ അർത്ഥം എന്താണ്? P plus half rho V square plus rho GH is a constant. This is Bernoulli's equation. വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്റ്റേറ്റ്മെന്റും ചിത്രവും ഡെറിവേഷനും. നിങ്ങൾ 2 പ്രാവശ്യം പഠിച്ചാൽ വളരെ സുഖമായിട്ട് ശ്രദ്ധിച്ചൊന്ന് എഴുതണമെന്നേ ഉള്ളൂ. ഹാഫുകളൊന്നും വിട്ടുപോകാതെ ഡെൽറ്റ വി വെലോസിറ്റിയും വോളിയവും മാറിപ്പോകാതെ ഒന്ന് ശ്രദ്ധിച്ചെഴുതിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതാണ് ബെർണോളിസ് ഇക്വേഷൻ. എന്തൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കണം, ഫ്രിക്ഷൻ ഉണ്ടാകരുത്. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ്. എന്താ ഈ ടോട്ടൽ എനർജി പറഞ്ഞാൽ? സം ഓഫ് പ്രഷർ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഫ്ലൂയിഡ് റിമെയിൻസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാം കൈനറ്റിക് ഇപ്പൊ യൂണിറ്റ് വോളിയം എന്നെടുത്തിട്ടുണ്ടാവും അല്ലെ. കാരണം എന്താണ്? നമ്മൾ നേരത്തെ ആ ഡെൽറ്റ വികളെയൊക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് യൂണിറ്റ് വോളിയത്തിൽ മാത്രമാണ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. അല്ലെങ്കിൽ ഇക്വേഷന് വേറൊരു ഫോം ആണ് ഉണ്ടാവുക. അപ്പോ ഇത് റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ഈ ഇക്വേഷൻ ഓർത്ത് വെക്കണം. ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ്. ഇനി ഫ്ലൂയിഡ് റെസ്റ്റിലാണെന്ന് വിചാരിക്കും. അപ്പൊ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഇക്വേഷൻ എന്താകും? ഇതിൽ പ്രഷർ എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും മാത്രമേ ഉണ്ടാവുള്ളൂ. P1 plus rho g H1 is equal to P2 plus rho g H2. P1 minus P2 is equal to rho g into H2 minus H1. ഈ ഇക്വേഷൻ നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. P2 minus P1 is equal to rho g H. പ്രഷർ ഗേജിലുള്ള വ്യത്യാസമാണിത്. പ്രഷർ ഗേജിന്റെ ആ ഇക്വേഷൻ ആണിത്. പ്രഷറിലുള്ള വ്യത്യാസം P2 minus P1 is equal to rho g H. കണ്ടോ? പ്രഷർ വേരിയേഷൻ
ഒരു ഡെപ്തിലുള്ള പ്രഷർ വേരിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്. അതായത് നമ്മൾ ഇതിന് മുൻപേ കണ്ടു കഴിഞ്ഞ ഇക്വേഷനാണ്. അപ്പോൾ ഈ ബെർണോളിസ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഈ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. അതായത് ബെർണോളിസ് ഇക്വേഷൻ വളരെ നന്നായി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ആ ഡെറിവേഷൻ നന്നായിട്ട് 1-2 പ്രാവശ്യം എഴുതി പഠിക്കുക. അപ്പോൾ സംഗതികളൊക്കെ ശരിയാവും. ശരി, താങ്ക് യു.